നമസ്കാരം. നീറ്റ് UG നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ രാജ്യത്തുടനീളം കടുത്ത പ്രതിഷേധം തുടരുന്നതിനിടെ നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യക്കടലാസ് ചോർന്നു കിട്ടിയെന്ന് ആരോപിക്കപ്പെട്ട 4 ബീഹാർ വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അമിത് ആനന്ദ്, നിതീഷ് കുമാർ എന്നീ വിദ്യാർത്ഥികളിൽ നിന്ന് സിക്കന്ദർ യാദവേന്ദു 30 മുതൽ 32 ലക്ഷം രൂപ വരെ ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ട സ്കോർ കാർഡ് അനുസരിച്ച് 720-ൽ 185 മാർക്കാണ് അറസ്റ്റിലായ അനുരാഗ് യാദവ് നേടിയത്, അതായത് 54.84%. അതേസമയം വ്യക്തിഗത വിഷയങ്ങളിലെ മാർക്ക് പരിശോധിക്കുമ്പോൾ ഫിസിക്സിൽ 85.8%, ബയോളജിയിൽ 51% നേടിയ അനുരാഗിന് കെമിസ്ട്രിക്ക് 5%മാണ് മാർക്ക്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ് അനുരാഗ് യാദവ്. കോട്ടയിലെ കോച്ചിംഗ് സെന്ററിലായിരുന്നു അനുരാഗ് പരിശീലനം നടത്തിയിരുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് അമ്മാവനായ സിക്കന്ദർ വിളിച്ച് സമസ്തിപുരിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചെന്നും പരീക്ഷയുടെ തലേദിവസം രാത്രി ചോദ്യപേപ്പർ ലഭിച്ചെന്നും വിദ്യാർത്ഥി അന്വേഷണ സംഘത്തിന് മുൻപാകെ സമ്മതിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറുകളായിരുന്നു തനിക്ക് ലഭിച്ചതെന്ന് അനുരാഗ് യാദവ് പറഞ്ഞതായി NDTV റിപ്പോർട്ടിൽ പറയുന്നു. അനുരാഗിന് നീറ്റ് പരീക്ഷയിൽ 720-ൽ 185 മാർക്കായിരുന്നു ലഭിച്ചത്. എന്നാൽ വിഷയങ്ങൾ ഓരോന്നായി എടുത്തു നോക്കുമ്പോൾ വൻ വ്യത്യാസവും കാണാൻ സാധിച്ചിരുന്നു. ഫിസിക്സിന് 85.8%മാണ് അനുരാഗിന് ലഭിച്ചത്, ബയോളജിക്ക് 51%, കെമിസ്ട്രിക്ക് 5%. പരീക്ഷാ പേപ്പർ തലേദിവസം രാത്രി ലഭിച്ചതിനാൽ പഠിക്കാനും മനഃപ്പാടമാക്കാനും വേണ്ടത്ര സമയം കിട്ടിയിരുന്നില്ലെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചതായും NDTV റിപ്പോർട്ടിൽ പറയുന്നു. തലേദിവസം ചോദ്യപേപ്പർ കിട്ടിയിട്ടും കെമിസ്ട്രി പരീക്ഷയുടെ ഉത്തരങ്ങൾ മനഃപ്പാടമാക്കാൻ അനുരാഗിന് കഴിഞ്ഞില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അനുരാഗിന് ലഭിച്ച ഓൾ ഇന്ത്യ റാങ്ക് 10,51,525 ആണ്. കാറ്റഗറി റാങ്കിൽ OBC വിഭാഗത്തിൽ 4,67,824. അനുരാഗിനൊപ്പം പിടിയിലായ 3 പേരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഒരാളുടെ സ്കോർ 720-ൽ 300 ആണ്. ഓവറോൾ 73.37%മാണ് നീറ്റ് സ്കോർ. എന്നാൽ ഓരോ വിഷയം എടുത്തു നോക്കിയാൽ ഇവിടെയും വൻ തോതിൽ പൊരുത്തക്കേടുകൾ കാണാൻ സാധിക്കും. ബയോളജിയിൽ 87.8% മാർക്കാണ് ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. എന്നാൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും 15.5, 15.3% എന്നിങ്ങനെയാണ് ലഭിച്ചത്. അതേസമയം ആരോപണം നേരിടുന്ന മറ്റു 2 വിദ്യാർത്ഥികളുടെ സ്കോർ കാർഡുകളിൽ ഇത്തരത്തിൽ പൊരുത്തക്കേടുകൾ കാണാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ഒരാൾ 581 മാർക്കും മറ്റൊരാൾക്ക് 483 മാർക്കുമാണ് കിട്ടിയത്. ബന്ധുവായ സിക്കന്ദർ യാദവേന്ദു വഴിയാണ് ചോദ്യക്കടലാസ് ലഭിച്ചതെന്നും അനുരാഗ് യാദവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത അമിത് ആനന്ദ്, നിതീഷ് കുമാർ എന്നിവർ 30 മുതൽ 32 ലക്ഷം രൂപയ്ക്കാണ് സിക്കന്ദറിൽ നിന്ന് ചോദ്യപേപ്പർ വാങ്ങിയതെന്നാണ് വിവരം. സിക്കന്ദർ സഹായിച്ച 3 പേരും OBC വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇതിലൊരാൾക്ക് 720-ൽ 300 മാർക്കാണ് കിട്ടിയത്. എന്നാൽ ഇവരുടെ വ്യക്തിഗത വിഷയങ്ങളിലെ മാർക്ക് വളരെ കുറവുമാണ്. ജൂൺ 4-ന് പ്രസിദ്ധീകരിച്ച നീറ്റ് പരീക്ഷാ ഫലത്തിൽ വൻതോതിൽ ക്രമക്കേടുകളുണ്ടെന്നാണ് ഉയർന്ന ആരോപണം. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തുകയും ഇതേ തുടർന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നീറ്റ് പരീക്ഷയിൽ 67 വിദ്യാർത്ഥികൾ 720-ൽ 720 മാർക്ക് നേടിയിരുന്നു. ഇതിൽ 6 വിദ്യാർത്ഥികൾ ഹരിയാനയിലെ ഒരു സെന്ററിൽ നിന്നുള്ളവരായിരുന്നു. ഗ്രേസ് മാർക്കിനെ ചൊല്ലിയും വൻതോതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ പരീക്ഷ റദ്ദാക്കുന്നതിലേക്ക് നീങ്ങിയിരുന്നില്ല. അതേസമയം UGC നെറ്റിൽ സമാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരീക്ഷ റദ്ദാക്കിയിരുന്നു. പരീക്ഷ കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയായിരുന്നു റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്.